ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നു. ചോദ്യക്കടലാസ് ചോർന്നെന്ന് മാത്രമല്ല, അത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നതാണ് ഒരു തമാശയായിട്ട്. ഒരു MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, അവരുടെ ആ യൂട്യൂബ് ചാനലിനകത്ത് ഈ ക്വസ്റ്റ്യൻ അതേപോലെ അങ്ങോട്ട് പരസ്യപ്പെടുത്തി എന്നുള്ളതാണ് വന്നത്. പക്ഷേ അതിനെതിരെ ഒരു നടപടിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നടപടിയൊന്നും വേണ്ടെന്നുള്ള തീരുമാനമാണ്. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യങ്ങളല്ലേ, പോയെങ്കിൽ പോട്ടെ എന്നുള്ളതായിരിക്കാം. പക്ഷേ ഈ പല അധ്യാപകരും ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ അവർ ട്യൂഷൻ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. സർവീസിലുള്ള ഒരു അധ്യാപകൻ ഒരു കാരണവശാലും ഈ പ്രൈവറ്റ് ട്യൂഷൻ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടമുള്ള വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ഒരു വലിയ കാര്യങ്ങൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. കാരണം അയാളുടെ ട്യൂഷൻ വരുന്ന ആ വിദ്യാർത്ഥികളെ ഏത് വിധത്തിലൊക്കെ ജയിപ്പിക്കണം, പഠിപ്പിച്ചു കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അധ്യാപകർ നടത്തുന്ന അവർക്ക് ബന്ധമുള്ള ട്യൂഷൻ സ്ഥാപനങ്ങൾ ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഒരുപാട് അധ്യാപകർക്ക് അങ്ങനെ ആ ബന്ധമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മറ്റ് വിദ്യാർത്ഥിനികളോട് കാണിക്കുന്ന ഒരു വലിയ അനീതിയാണത്. കാരണം അവർക്ക് ഇഷ്ടമുള്ള കുട്ടികളെ, അതായത് അവരുടെ കുട്ടികളെ എന്ന് വേണം പറയാൻ. കാരണം അവർ ട്യൂഷൻ എടുക്കുന്നവരെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇവർ ചെയ്തു കൊടുക്കും. അനധികൃതമായിട്ടുള്ള സഹായങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്, ഇല്ലീഗലായിട്ട് അൺലാഫുള്ളായിട്ട് ചെയ്തു കൊടുക്കും. അപ്പോൾ അതിനുവേണ്ടി അവരെന്തും ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമായി ഇതൊക്കെ ഇതുപോലെ ഈ ചോദ്യമൊക്കെ പിള്ളേർ അതുപോലെ കൊണ്ടുപോയിട്ട് അവസാനം ഇന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്ന് ആദ്യം പറയും. അത് അത്രയും പഠിക്കുക, ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഇത്രയും മാത്രം പഠിച്ചുകൊണ്ട് വന്നാൽ മതി, അത്രയും മാത്രം പഠിച്ചാൽ മതി. ഇവനെ എന്തിനെങ്കിലും കൊള്ളാമോ? പിന്നെ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് കാരണം മുഴുവനായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഏത് ചോദ്യമാണ് വരുന്നതെന്ന് അറിയാൻ വയ്യാതെ വരുന്ന വിദ്യാർത്ഥിനികളാണ് ബാക്കിയുള്ളത്. പക്ഷേ ഇതേപോലുള്ള ആളുകൾ ഇവരുമായിട്ടുള്ള ബന്ധമുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് മാത്രം, ഒരു ചെറിയ സ്ഫിയർ അത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അത്രയും മാത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെൻറ്റ്, ഇത് എല്ലാം നഷ്ടപ്പെടുകയല്ലേ. കാരണം ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണ് അവർ പോകുന്നത്. പരീക്ഷ മാത്രം പാസ്സായോ മതിയോ? വിവരം വേണ്ടേ? അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ അത് ഒന്നുമില്ലാതെ പോവും. അതാണ് പ്രശ്നം, അതാ കാര്യം. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഈ നമ്മുടെ ആ വിദ്യാഭ്യാസ രംഗം തന്നെ തളരുകയല്ലേ അവിടെ. അതൊന്ന് തിരിച്ചറിയണം ഇനിയെങ്കിലും. എന്നിട്ട് ഇതിന് നടപടിയും വേണ്ട, ഒന്നും വേണ്ട. കാരണം എന്താ, ഇതൊക്കെ പല സർവീസ് സംഘടനകളിൽ, അതായത് ഗവൺമെൻറ് അനുകൂല സർവീസ് സംഘടനയിലൊക്കെ പെട്ട അധ്യാപകർ കാണും ഇതിനകത്ത്. അതുകൊണ്ടാ കാര്യം. അവർ വെള്ളത്തിലാവുന്നതിലും നല്ലത് നടപടിയൊന്നും വേണ്ട എന്ന് വെച്ചാൽ പോരെ. അതങ്ങനെ അങ്ങ് തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാ മനസ്സിലാക്കുന്നത്. ഒരു നടപടിയും വേണ്ട. ഇത്രയും നാളായിട്ടും ഇതിനെ സംബന്ധിച്ച് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. കാരണം യഥേഷ്ടം അധ്യാപകർ ഇനി പ്രൈവറ്റ് ട്യൂഷനും ഒക്കെ എടുത്ത് അവർ കഴിയട്ടെ. സർക്കാർ ശമ്പളം വാങ്ങിയിട്ട് അവിടെ പോയിട്ട് അനങ്ങാതെ അവിടെ പോയി വെള്ളമെടുപ്പ് വിട്ട് അവിടെ റെഡിയായി അങ്ങോട്ട് കറങ്ങി നടന്നിട്ട് ഒന്നും പഠിപ്പിക്കാതെ തിരിച്ച് വീട്ടിൽ പോവും. അവിടെ ഇരുന്ന് വേറെ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുക, ട്യൂഷൻ എടുക്കുക, അതിൻ്റെ പണം വാങ്ങിയെടുക്കും. മറ്റേ ശമ്പളം ഇങ്ങനെ മുറയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നടക്കട്ടെ.